ഞാൻ അറിയപ്പെടണമെന്നൊരു ഹുബ്ബ്, ഒരു സ്നേഹം, ഒരു ഇഷ്ടം എന്നിലുണ്ടായി. ഫഖലഖതുൽ ഖലായ, അപ്പോഴാണ് നാം സൃഷ്ടികളെ സൃഷ്ടിച്ചത് എന്ന് അല്ലാഹു പറയുന്നു. എല്ലാ വിഷയത്തിനും ശാശ്വതമായ പരിഹാരം നൽകുന്ന വചനങ്ങളാണ് അല്ലാഹുവിന്റെ വചനം. അത് അറബിയിലായത് തന്നെ അത്ഭുതമാണ്. യാഥാർത്ഥ്യങ്ങളെ സമീപിക്കുക എങ്ങനെയാണ്? ഇംഗ്ലീഷിൽ എന്തിനാ യാഥാർത്ഥ്യം എന്ന് പറയാ? റിയാലിറ്റി എന്ന് പറയും ഇംഗ്ലീഷിലെ റിയാലിറ്റി എന്ന് പറഞ്ഞത് ലാറ്റിനിലെ റസ് എന്ന പദത്തിൽ നിന്നാണ്. റസ് എന്ന് പറഞ്ഞാൽ പദാർത്ഥം എന്നാണ്. പദാർത്ഥവുമായി ബന്ധപ്പെടുത്തിയിട്ടേ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ പറ്റൂ ഇംഗ്ലീഷുകാരന്. അറബിയിൽ യാഥാർത്ഥ്യത്തിന് എന്താ പറയാ? ഹഖീഖത്ത്. ഹഖീഖത്ത് എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യം. എന്താണ് ഇതിന്റെ ഒറിജിൻ? ഹഖ്. ഒരേ ഒരുത്തൻ ആയ ഈ പ്രപഞ്ചത്തിൽ ഉണ്മയുള്ള, അതിനധികാരമുള്ള ഒരേ ഒരുത്തൻ, അല്ലാഹുവിന്റെ ഒരു പേരാണ്, അല്ലാഹുവിന്റെ നാമങ്ങളിൽ ഒരു നാമമാണ് ഹഖ്. ആ അല്ലാഹുവിലേക്ക് ചേർത്തിയേ യാഥാർത്ഥ്യം തന്നെ അറബിയിൽ മനസ്സിലാക്കാൻ പറ്റൂ. ഹഖിൽ നിന്നാണ് ഹഖീഖത്ത്. ഇസ്ലാം എന്താണ്? ഇസ്ലാം സലാം, അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സമാധാനം ഉണ്ടാകട്ടെ. അതിൽ നിന്ന് എന്താ ഈമാൻ? എന്താണ് വിശ്വാസം? അംന്, അത് നിങ്ങൾക്ക് ആശ്വാസം തരുന്ന വിശ്വാസമാണ്. മനുഷ്യന് എല്ലാവർക്കും വിശ്വാസം ഉണ്ടല്ലോ. നമ്മൾ വളർത്തുന്ന മക്കളെ ഒരുപടി വിശ്വസിച്ചുകൊണ്ടല്ലേ നമ്മൾ അവരെ വളർത്തുന്നത്, അല്ലേ? അതൊരു വിശ്വാസമാണ്. അല്ലാഹുവിൽ വിശ്വസിക്കാത്ത ആൾക്കും മക്കളിൽ ഒരു വിശ്വാസമുണ്ട്, ഇവര് വലുതായി ഇങ്ങനെ ആയിത്തീരും. കൃഷി ചെയ്യുന്ന കർഷകന്റെ വിശ്വാസമുണ്ട്, ഞാൻ വിത്തിട്ടാൽ ഈ വിത്ത് മുളച്ച് അത് ധാന്യമണികളായി വരും. വിശ്വാസമാണ്. എല്ലാം ബിസിനസ്സുകാരൻ്റെത് വിശ്വാസമാണ്, യാത്രക്കാരൻ്റെത് വിശ്വാസമാണ്. ഞാൻ അതിന്റെ അസ്ബാബുകൾ, അതിന്റെ കോസ്, അതിന്റെ കാരണങ്ങൾ സ്വീകരിക്കുന്നു. ഞാൻ അടുത്ത എന്റെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കാം, എത്താതിരിക്കാം. പക്ഷേ അല്ലാഹുവിലുള്ള ഈമാൻ എന്നത് നിങ്ങളെ ശരിക്കും രക്ഷപ്പെടുത്താനുള്ളതാണ്, മനുഷ്യനെ കബളിപ്പിക്കാനുള്ളതല്ല. അതുകൊണ്ട് അല്ലാഹു പരിശുദ്ധ ഖുർആൻ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധ രചനയിലൂടെ ഇറക്കി തന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഓതുക നബിയെ, കാരുണ്യവാനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. ഖുർആനിന്റെ ഒന്നാമത്തെ സൂക്തമാണത്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹ്, അല്ലാഹുവിന്റെ നാമത്തിൽ. എന്താണ് അല്ലാഹു? ആ വാക്കെന്താണ്? ഇൻഷാ അല്ലാഹ് സൂറത്ത് ഖുൽ ഹുവല്ലാഹു അഹദ് ഇവിടെ നമുക്ക് പഠിക്കണം. ഏറ്റവും എളുപ്പമുള്ള സൂറയാണ്. നമ്മൾ 3 പ്രാവശ്യം ഓതിയിട്ടാണ് ഈ പ്രോഗ്രാം തുടങ്ങിയത്, അല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ്. നമുക്ക് ചർച്ച ചെയ്യണം, എന്താണ് അല്ലാഹു, എന്താണ് അഹദ്, എന്താണ് സ്വമദ്, എന്താണ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. നമുക്ക് പഠിക്കാനുണ്ട്. എന്താണ് ഈ വാക്ക്? അല്ലാഹ് എന്ന വാക്ക് എന്താണ്? അല്ലാഹുവിന്റെ നാമത്തിൽ വായിക്കണം. അർ റഹ്മാനിർ റഹീം. കാരുണ്യവാനാണവൻ. അല്ലാഹുവിൽ വിശ്വസിക്കാത്തവനും അല്ലാഹു അഭയം കൊടുത്തില്ലേ? നിരീശ്വരവാദിക്കും അല്ലാഹു ഭക്ഷണം കൊടുക്കുന്നില്ലേ? അവൻ കാരുണ്യവാനാണ്. പക്ഷേ അവൻ അനുസരിച്ചവർക്ക് മാത്രമാണ് നാളത്തെ കാരുണ്യം. ഈ ഈമാൻ ഇത് പഠിപ്പിക്കുകയാണ് ഖുർആൻ. ഇതാണ് തൗഹീദ്, അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള മനസ്സിലാക്കൽ. മൗലാന ഷഫീഉദ്ദീൻ അവർ പറയുമായിരുന്നു, what used to be burned in our hearts, what used to be burned in our hearts has become a subject of abstract philosophical debate. What used to be burned in our hearts, നമ്മുടെ ഹൃദയങ്ങൾക്കുള്ളിൽ ജ്വലിക്കുമായിരുന്ന ഒരു സംഗതി, അല്ലാഹുവിലുള്ള വിശ്വാസം, സ്രഷ്ടാവിനെ മനസ്സിലാക്കുക എന്ന വിശ്വാസം, has become a subject of abstract philosophical debate. ഇന്ന് അതൊരു സംവാദത്തിന്റെ വിഷയമാണ്. ഹൃദയത്തിലുണ്ടോ ഈമാൻ? ഇഖ്ബാലിന്റെ വചനങ്ങളാണത്. ഇഖ്ബാലിന്റെ ഒരു കവിതയുടെ പരിഭാഷയാണ് സത്യത്തിൽ അദ്ദേഹം അത് ഉദ്ധരിച്ചത്. ഇന്നത് ചർച്ചയാണ്, ഫിലോസഫിക്കൽ ഡിബേറ്റ്. ഇന്ന് അതൊരു താത്വിക ചർച്ചയായി മാറിക്കഴിഞ്ഞു. സത്യത്തിൽ മനസ്സിന്റെ ഉള്ളിൽ ജ്വലിക്കേണ്ടതാണ് ആ വിശ്വാസം. സൃഷ്ടാവിനെ മനസ്സിലാക്കി ആ സൃഷ്ടാവിനോട് മനസ്സിനുള്ളിൽ സ്നേഹം വരുന്ന, അല്ലാഹുവേ നീ കാരുണ്യവാനല്ലയോ,
അങ്ങനെ മനസ്സിനുള്ളിൽ ചലനം സൃഷ്ടിക്കേണ്ടതാണ് തൗഹീദ്, അല്ലാഹുവിലുള്ള വിശ്വാസം. അതാണ് മദീനയിൽ നിന്ന് ഡമസ്കസിലേക്ക് പോകുന്നു മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ റളിയല്ലാഹു അൻഹു. പോകുന്നത് മദീനയിൽ നിന്ന് ഇങ്ങോട്ട് ഡമസ്കസിലേക്ക്, സിറിയയുടെ ഡമസ്കസിലേക്ക് പോകുന്ന വഴിയിൽ സൈന്യത്തിന്റെ അധിപനായി പോയ യാത്രയാണ്. കാലിന് മുറിവ് പറ്റി കല്ലിലൂടെയുള്ള യാത്രയല്ലേ. മരുഭൂമിയെ സംബന്ധിച്ച് ആലോചിക്കണം. അതും അറേബ്യൻ പെനിൻസുലയെ കുറിച്ച് അത്ര ഹാർഡായ ഒരു ലോകം. ഇസ്ലാമിന്റെ ചരിത്രം മനസ്സിലാക്കിയിട്ട് പോലും ചരിത്രകാരന്മാർ ലോകത്ത് ഒരു ശക്തി പോലും ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് ആക്രമിക്കാത്ത രാജ്യമാണ് സൗദി അറേബ്യ. ഞങ്ങൾക്കിത് വേണം. ഇന്ത്യക്ക് സംബന്ധിച്ച് കൊളോണിയലിസ്റ്റുകൾ വന്നിട്ടുണ്ട്. അങ്ങനെ കീഴടക്കാൻ ആർക്കും അത്ര എളുപ്പമല്ലാത്ത ഒരു രാജ്യത്തെ കീഴടക്കിക്കൊണ്ടാണ് ഇസ്ലാമിന്റെ ജൈത്രയാത്ര തുടങ്ങിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കണം. ഇത് ചരിത്രമാണ്. അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ റളിയല്ലാഹു അൻഹു ദമസ്കസിലേക്ക് ചെല്ലുന്നു. ചെന്നപ്പോഴേക്കും കാല് പൊട്ടി വ്രണം വന്നു. മുറിവ് ഉണക്കാൻ മെഡിസിൻ ഇല്ല, ഒന്നുമില്ല. എന്താണ് അല്ലാഹു? ആരാണ് അല്ലാഹു? ഇവിടേക്കാണ് മുസ്ലിം എത്തേണ്ടത്. ചരിത്രം ഇതാണ്. അവിടെ എത്തിയപ്പോ സൈന്യാധിപനായ ഇബ്നു ജഅഫർ റളിയല്ലാഹു അൻഹുമ ഡോക്ടർമാർ നോക്കിയിട്ട് കാലിൽ വ്രണം വന്ന് പഴുത്തിട്ടുണ്ട്. മുറിവ് വന്നിട്ട് മെഡിസിൻ ഇല്ല. ഡോക്ടർമാർ പറഞ്ഞു കാല് മുറിച്ചു മാറ്റണം, കാല് മുറിച്ചു മാറ്റണം. മുറിച്ചു മാറ്റണം എന്ന് പറഞ്ഞപ്പോ ഏതാനും അവിടെ കൂടെ ഇരിക്കുന്ന ചില ആളുകൾ പറഞ്ഞു, മുറിച്ചു മാറ്റുമെങ്കിൽ ഇബ്നു ജഅഫർ എന്നവർക്ക് വേദന വരാതിരിക്കാൻ ഒരു വേദന സംഹാരി കൊണ്ടുവരണം, എന്തെങ്കിലും വേദന സംഹാരി കൊണ്ടുവരണം. എന്താണ് അവർ പറഞ്ഞത്? വേണ്ട, എനിക്ക് വേദന സംഹാരി വേണ്ട. ഒരു നേരം പോലും ഉണർന്നിരിക്കുന്ന എനിക്ക് അല്ലാഹുവിനെ ഓർക്കാത്ത ഒരു സമയം എന്റെ ജീവിതത്തിൽ വേണ്ട. അതുകൊണ്ട് എന്നെ മയക്കി കിടത്തണ്ട, കാല് മുറിച്ചോളൂ എന്ന് പറഞ്ഞു. കാല് മുറിച്ചു. ഇസ്ലാമിക വിശ്വാസത്തിൽ കാല് മുറിച്ചാൽ അത് മറവ് ചെയ്യണം. ഒരു ഡെഡ് ബോഡി മറവ് ചെയ്യുന്ന പോലെ മറവ് ചെയ്യണം. അത് മറവ് ചെയ്യാൻ കൊണ്ടുപോകുമ്പോ ഇബ്നു ജഅഫർ എന്നവരെ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ കാല് എനിക്കൊന്ന് കാണിച്ചു തരുമോ? വ്രണം വന്ന് മുറിക്കപ്പെട്ട കാല്. ഷുഗറിനൊക്കെ അസുഖം വന്നിട്ടൊക്കെ എത്ര വിഷമങ്ങൾ, അല്ലാഹു അവർക്കൊക്കെ ശിഫ നൽകുമാറാകട്ടെ. ആ മുറിക്കപ്പെട്ട കാലിലേക്ക് നോക്കി, കാലിൽ ഉണ്ടായിരുന്ന തന്റെ നടന്ന കാലാണ് ഈ മുറിക്കപ്പെട്ട് മറവ് ചെയ്യപ്പെടാൻ പോകുന്നത്. കാലിലേക്ക് നോക്കി പറഞ്ഞു ഇബ്നു ജഅഫർ റളിയല്ലാഹു അൻഹുമ. എന്താണ് പറഞ്ഞത്? കാലേ, അല്ലാഹുവേ, നിന്റെ തീരുമാനത്തിൽ എനിക്ക് ഇഷ്ടമായി. നീ എന്റെ ഒരു കാലല്ലേ കൊണ്ടുപോയിട്ടുള്ളൂ. കേടുപാടുകളില്ലാത്ത എത്ര അവയവങ്ങൾ എന്റെ ശരീരത്തിൽ വേറെയുണ്ട്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ്, നിനക്ക് സ്തുതി പടച്ചവനെ. ഇത് പറയിപ്പിക്കേണ്ടതാണ് തൗഹീദ്. എന്റെ കാലൊന്നല്ലേ നീ കൊണ്ടുപോയുള്ളൂ. ആളുകൾ ചോദിക്കാറുണ്ട്, അല്ലാഹു എന്ന് പറയുമ്പോ എന്തേ ഒരു കുഞ്ഞിനെന്തേ അസുഖം വരുന്നത്? അല്ലാഹുവിനെ സംബന്ധിച്ച് പറയുമ്പോ എന്തേ ഇവിടെ നാച്ചുറൽ കലാമിറ്റീസ് ഉണ്ടാകുന്നത്? ഇസ്ലാമാണ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിനൊക്കെ മറുപടി ഞാൻ പറഞ്ഞു തരാം. അതിന്റെ ഔട്ടർ ഷെല്ലിൽ നിന്നിട്ടാണ് നമ്മുടെ ചർച്ച. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. ഇതിനൊക്കെ മറുപടി ഉണ്ട്. എന്താണത്? അത് അല്ലാഹുവിനെ മനസ്സിലായാൽ എളുപ്പമാണ്. ഇങ്ങനെ ചിന്തിപ്പിക്കേണ്ട, നമ്മുടെ ഹൃദയത്തിന്റെ ഭക്ഷണമാകേണ്ടതാണ് അല്ലാഹുവിലുള്ള വിശ്വാസം. ഖുൽ ഹുവല്ലാഹു അഹദ്. നബിയേ പറയുക, അല്ലാഹു അഹദ്, അല്ലാഹു ഒരുവനാണ്. ഖുൽ എന്ന് എവിടെയെല്ലാം അല്ലാഹു പറഞ്ഞിട്ടുണ്ടോ അതിന്റെ അർത്ഥം പ്രഖ്യാപിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ഖുൽ എന്ന ആശയം എവിടെ വന്നിട്ടുണ്ടോ അത് സമൂഹത്തിൽ പ്രഖ്യാപിക്കപ്പെടേണ്ട ആശയമാണ്. ഖുൽ ഹുവല്ലാഹു അഹദ്, അവൻ അല്ലാഹു ഏകനാണ്. മലയാളം പറയുന്നതിന് അറബിയിൽ എന്താണ് ഈ അർത്ഥങ്ങളെന്ന് നമുക്ക് ചർച്ച ചെയ്യാനിരിക്കുന്നു. അല്ലാഹു സ്വമദ്, അല്ലാഹുവിന് ആരെയും ആവശ്യമില്ല, എല്ലാവർക്കും അല്ലാഹുവിനെ ആവശ്യമാണ്. ലം യലിദ്, അവൻ പ്രസവിച്ചിട്ടില്ല, അവൻ ആർക്കും ജന്മം കൊടുത്തിട്ടില്ല. ജന്മം പ്രസവിച്ച് ശരീരത്തിന്റെ ഭാഗമായി വേർപെട്ടുപോയ ഉമ്മ ഗർഭം ധരിച്ച് പ്രസവിക്കുന്ന പോലെ അല്ലാഹു ആരെയും പ്രസവിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ജീസസ് ഈസ നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ പുത്രനല്ല. വലം യൂലദ്, അല്ലാഹു പ്രസവിക്കപ്പെട്ടവനും അല്ല.
അല്ലാഹു പ്രസവിക്കപ്പെട്ടവനല്ല, അവൻ ആരെയും പ്രസവിച്ചിട്ടും ഇല്ല. ഇത് പാസ്റ്റ് ടെൻസിലാ പറഞ്ഞു, പ്രസവിച്ചില്ല, പ്രസവിക്കപ്പെട്ടില്ല. എന്തേ പ്രസവിക്കൂല? അള്ളാഹുവിന് ജന്മം, അള്ളാഹു ഇനി ആരെയും പ്രസവിക്കുകയില്ല. എന്തേ ഫ്യൂച്ചർ പറയാതിരുന്നത്? അവിടെയും പഠിക്കാനുണ്ട്. വലം യകുല്ലഹു കുഫുവൻ അഹദ്, there is nothing comparable to him. ഒന്നുമേ അള്ളാഹുവിനോട് തുലനം ചെയ്ത് പറയാവതും അല്ല. അങ്ങനത്തവനാണ് ഇത്. അങ്ങ് പറയണം നബിയേ, ഏതെങ്കിലും ഒരാൾ എനിക്ക് ഏകദൈവ വിശ്വാസമാണെന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമായോ? ഇല്ല. ഇസ്ലാം എന്ത്? അല്ലാഹുവിനെ സംബന്ധിച്ച് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുന്നതെന്തോ അതാണ് തൗഹീദ്. നബി തങ്ങൾ പറഞ്ഞതേ തൗഹീദ്. എനിക്കങ്ങനെ അങ്ങ് തോന്നി, അതിവിടെ വിഷയമല്ല, അത് നിന്റെ തോന്നലാണ്. അങ്ങനെ ലോകത്ത് ആർക്കെല്ലാം എന്തെല്ലാം തോന്നാം, ആർക്കറിയുന്നു അത് ശരിയെന്ന്? മനുഷ്യർക്ക് അഭിപ്രായം പറയാൻ ഒരു അവസരം കൊടുത്താൽ എന്തൊക്കെ അഭിപ്രായം പറയും, എന്തൊക്കെ പറയും, എന്തൊക്കെ പറയും ആളുകൾ. ഒരു കമന്റ്, ലീവ് കമന്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ തോന്നിവാസങ്ങൾ ആളുകൾ എഴുതി വെക്കുന്നുണ്ട്. ഏറ്റവും നല്ലൊരു വിഷയം, നല്ല ഒരു ടോക്ക്, നല്ല ഒരു ചർച്ച, ദിസ് ഈസ് അബ്സർഡ്, ഒരുത്തന്റെ കമന്റ്. ഇങ്ങനെ മനുഷ്യൻ എന്തൊക്കെ പറയും? നന്മയെ തിന്മയായിട്ട് പച്ചയായിട്ട്. ഉമ്മയെ തല്ലിയാലും രണ്ടു പക്ഷം, ഇതല്ലേ മനുഷ്യൻ? ഉമ്മയെ മകൻ തല്ലിയാൽ ഒരു കൂട്ടർ പറയും വളരെ മോശമായിട്ടോ, അവന്റെ ഉമ്മയല്ലേ. ചിലർ പറയും ആ ജാതി ഉമ്മയാ, രണ്ടക്ക് പണ്ടേ കിട്ടേണ്ടതാ, ഇപ്പോഴാ കിട്ടിയത്. ഇത് രണ്ടു മനുഷ്യന്മാർ പറയും. മനുഷ്യന് തീരുമാനം എടുക്കാൻ കഴിയില്ല മുഅ്മിനേ. തീരുമാനം അല്ലാഹുവിന്റെ തീരുമാനമാണ്. അതുകൊണ്ടാണ് ഭൂമിയിൽ അല്ലാഹുവിന്റെ ഖുർആൻ നിയമഗ്രന്ഥമായി അംഗീകരിക്കപ്പെട്ടെങ്കിൽ മാത്രമേ ലോകത്തിന് സമാധാനം പ്രതീക്ഷിക്കാൻ കഴിയൂ. മനുഷ്യനുണ്ടാക്കുന്ന ജനാധിപത്യം, എന്താ ജനാധിപത്യം നമുക്കറിയാം. കുറ്റവാളി രക്ഷപ്പെടും, അല്ലേ? കുറ്റം ചെയ്യാത്തവൻ പിടിക്കപ്പെടും, തിരിച്ചും മറിച്ചും നടക്കും, സംവാദങ്ങൾ നടക്കും, കറപ്ഷൻ നടക്കും. അല്ലാഹുവിന്റെ ഹുക്ം, ഖുർആനിന്റെ നിയമം ഇതാണ് എങ്കിൽ ഞാൻ അത് അംഗീകരിക്കുന്നു. ഇത് അംഗീകരിക്കുന്ന ഒരു കാലം വരും വരെ ലോകത്തിന് ഖണ്ഡിതമായി ഒരു വിഷയത്തിലും തീരുമാനമെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് അങ്ങ് പറയണം നബിയേ, ഹുവല്ലാഹു അഹദ്, അവൻ അല്ലാഹു ഏകനാണ്. അവൻ അല്ലാഹു ഏകനാണ്. എന്തേ അല്ലാഹു ഏകനാണെന്ന് പറഞ്ഞാൽ പോരെ? ഖുൽ ഹുവ, ഹുവ എന്ന് പറഞ്ഞ ദമീറു ശഅനിൻ, അതൊരു പ്രൊനൗനാണ്. എന്താണ് ആ പ്രൊനൗന്റെ അർത്ഥം? അവൻ. അല്ലാഹുവിനെ സംബന്ധിച്ച് അവൻ, അവൾ എന്ന് പറയാവതാണോ? അത് ചർച്ചയാണ്. ഉറുദു വളരെ മനോഹരമായ ഒരു പ്രയോഗം ഉറുദുവിന് കാണും. വോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി എ ഗേൾ ഓർ എ ബോയ്. ക്ഷേമല്ല. പക്ഷേ ഭാഷയ്ക്ക് ഭാഷയുടേതായ ചില ഉപയോഗങ്ങളുണ്ട്. അറബിയിൽ ഒറിജിൻ മാസ്കുലിനാണ്. മാസ്കുലിൻ പ്രയോഗിച്ചാൽ അവിടെ ഫെമിനിനും അതിന്റെ ഉള്ളിൽ ഉൾപ്പെടും. ഇത് അറബ് ഭാഷയുടെ നിയമമാണ്. ഫെമിനിൻ ആണ് ഉദ്ദേശമെന്ന് വേറെ പറഞ്ഞില്ലെങ്കിൽ ഹുവ, അവൻ അല്ലാഹു. നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹു ബഹുമാനിക്കപ്പെടാത്തവനായതുകൊണ്ടാണോ അവൻ എന്ന് പറയുന്നത്? ഏറ്റവും കൂടുതൽ മനുഷ്യൻ സ്നേഹിക്കേണ്ടത് ആരെയാണ്? സൃഷ്ടാവിനെയാണ്, അല്ലാഹുവിനെയാണ്. പക്ഷേ അവൾ എന്ന് പറയാവതല്ല, അത് പെണ്ണിന് മാത്രം പറയുന്ന പ്രയോഗമാണ്. അത് എന്ന് പറയാൻ പറ്റുമോ? അത് ജീവനില്ലാത്തതിന് പറയുന്ന പ്രയോഗമാണ്. അവൻ അല്ലാഹുവിന്റെ ദാത്തെന്തോ അത് ഭാഷയിലതേ കഴിയുള്ളൂ. അവർ എന്ന് പറഞ്ഞാൽ പലതുണ്ടോ എന്ന്, ഒന്നിലേറെ ഉണ്ടോ എന്ന് തോന്നിപ്പോകും. അതും വേണ്ട. അഹദാണ് അല്ലാഹു. അല്ലാഹു അഹദാണ്. എന്താണ് അഹദ്? മഹാനായ റാഗിബുൽ അസ്ബഹാനി റളിയല്ലാഹു അൻഹു അവരുടെ പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളെ വ്യാഖ്യാനിക്കുന്ന മുഫ്രദാത്തുൽ ഖുർആനിൽ രേഖപ്പെടുത്തി, അഹദ് എന്ന വാക്കിന് അതിന്റേതായ ഒരു ഒറിജിൻ അത് മാത്രമേ ഉള്ളൂ. വാഹിദ് നമുക്കറിയാം, നമ്പർ അറബിയിൽ വാഹിദ് എന്ന് പറഞ്ഞ ഒന്നാണ്. ഇസ്നാൻ രണ്ട്, അല്ലേ? സലാസ, അർബഅ. അറബിയിൽ അക്കങ്ങൾ തുടങ്ങുന്നത് രണ്ടിൽ നിന്നാണെന്നാണ് ഭാഷാശാസ്ത്രം. ഒന്ന് ഒരു അക്കം പോലെ കിട്ടൂല അറബിയിൽ. പക്ഷേ ഒന്നാണെന്ന് പറയാൻ അല്ലാഹു വാഹിദ് എന്ന് പറഞ്ഞാൽ പോരെ? എന്തേ അല്ലാഹു അഹദ്? ഭാഷ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന് ലാ അഹദ ഫിൽ ലാ വാഹിദ ഫിൽ മജ്ലിസ്. ഈ സദസ്സിൽ
ഒരാൾ ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. ലാ വാഹിദ, അല്ലാഹു അഹദ് എന്നതിന്റെ സ്ഥാനത്ത് വാഹിദ്, വൺ എന്ന അർത്ഥം വരുന്ന അറബ് പ്രയോഗമായിരുന്നുവെങ്കിൽ ഒരാളില്ല, അപ്പൊ രണ്ടാളുണ്ട് എന്ന് വന്നു, മൂന്നാളുണ്ട് എന്ന് വന്നു, 1000 ആളുണ്ട് എന്ന് വന്നു, 10,000 ഉണ്ട് എന്ന് വന്നു, ഒരു പ്രശ്നമല്ല. ഒന്നില്ല എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, രണ്ടാവാം മൂന്നാകാം. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ പ്രയോഗം വാഹിദ് എന്നല്ല അഹദ് എന്നാണ്. അഹദിന് പോലും വഹദ് എന്നൊരു പ്രയോഗമുണ്ട്. വഹദ് എന്ന് പറഞ്ഞാൽ അശ്ശഖ്സുൽ മുൻഫരിദ് ലാ യുഅറഫു നസബുഹു വലാ ഹസബുഹു. നാടേതാണ് ഊരേതാണെന്നറിയാത്ത ഒരേ ഒരാൾ, അതിന് വഹദ് എന്ന് പറയും. ഒരു പേഴ്സൺ, ഒരാൾക്ക് പറയുന്ന പ്രയോഗമാണ്. അല്ലാഹുവിനെ പറ്റി പറഞ്ഞപ്പോഴും അല്ലാഹു ഖുൽ ഹുവല്ലാഹു വഹദ് എന്ന് പറഞ്ഞില്ല, അഹദ്, ഏകനാണ്. ഏകൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു രണ്ടോ മൂന്നോ കൂടിച്ചേർന്നതല്ല. ഏകത്വം എന്ന അല്ലാഹുവിന്റെ സത്തയിലെ പരമമായ ഏകത്വം എങ്ങനെയാണ് നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാവുക? അങ്ങനെ നമ്മൾ മനസ്സിലാക്കുക, അവൻ ഏകനാണ്, അവനൊരു രണ്ടാമനില്ല, അവന് തുല്യനായ മറ്റൊരാളില്ല. എന്താണ് അഹദിന്റെ അർത്ഥം? ലാ നദീറ ലഹു വലാ ശബീഹ വലാ സാനിയ. അല്ലാഹു എന്നതിന് രണ്ടാമനില്ല, അല്ലാഹുവിന് തുല്യനായിട്ട് ഒരാളുമില്ല, അല്ലാഹുവിനെ കടപിടിക്കുന്നതും ഇല്ല. അങ്ങനത്തെ ഒരു വചനമാണ് അഹദ്. ഇനി പറയാം, അറബ് ഭാഷയിൽ അഹദ് എന്നതിന് 3 രൂപങ്ങൾ വരും. 3. ഒന്ന് മുദാഫ്, പൊസസീവ് കേസ്. അഹദുക്കും, അമ്മാ അഹദുകുമാ, അഹദുകുമാ, നിങ്ങളിൽ ഒരാൾ, അങ്ങനെ വരും. അഹദിനെ മറ്റൊരു വാക്കിലേക്ക് ചേർത്തി. ഇനി വരുന്നത് നഫിയാണ്, സിയാഖുൻ നഫി, ഇല്ല എന്ന് പറയാൻ. ലാ അഹദ ഫിദ്ദാർ, വീട്ടിൽ ആരുമേ ഇല്ല. പക്ഷേ ഒരേ ഒരാളെ ഉള്ളൂ എന്ന് പറയുന്ന പോസിറ്റീവ്, അത് വന്നത് അറബ് ഭാഷയിൽ വന്നിട്ടുള്ളത് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇഖ്ലാസിൽ മാത്രമാണ്. ഇത് ഖുർആനിന്റെ മുഅ്ജിസത്താണെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. ഓരോരുത്തൻ മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന പ്രയോഗമല്ലാതെ ഭാഷയിൽ ഒരു പ്രയോഗം പോലും ഇല്ല. എന്തേ ഇങ്ങനെ വരാൻ കാരണം? അല്ലാഹു ഒന്നിലേറെ സാധനങ്ങൾ കൊണ്ട് കൂടിച്ചേർന്നവനല്ല. അല്ലാഹുവിന്റെ സത്തയിലെ പരമമായ ഏകത്വം. രണ്ടാമൻ അല്ലാഹു. ഇതൊക്കെ പറയാൻ പ്രത്യേകമായൊരു വാക്ക് അഹദ്, ഇത് അവർക്ക് പരിചയമുള്ള വാക്ക് തന്നെ. പക്ഷേ ഇതാരും പ്രയോഗിച്ചില്ല. ഖുർആനിന്റെ ഈ പ്രയോഗമല്ല മറ്റെവിടെയെങ്കിലും പ്രയോഗിച്ചാൽ ഈ അർത്ഥം കിട്ടുകയുമില്ല. അല്ലാഹുവിനല്ലാതെ ഉപയോഗിക്കപ്പെടാത്ത 2 വാക്കുകൾ ഉപയോഗിച്ച സൂറയാണ് സൂറത്തുൽ ഇഖ്ലാസ്. ഖുൽ ഹുവല്ലാഹു അഹദ് എന്നും സ്വമദ്, ഈ 2 പ്രയോഗം അല്ലാഹുവിന് മാത്രമേ പറയപ്പെടാവൂ, മറ്റൊരാൾക്കും പറയപ്പെടാവതല്ല. അങ്ങനത്തെ പരമമായ ഏകത്വം സൃഷ്ടിയുടെ ഭാഗമല്ല, സൃഷ്ടാവാണ് അല്ലാഹു. അല്ലാഹു സൃഷ്ടാവാണെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ കോടാനിക്കോടി വസ്തുക്കൾ മുഴുവനും അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്. സൃഷ്ടാവ് സൃഷ്ടിയുടെ ഭാഗമല്ല. എളുപ്പമാണ് മനസ്സിലാക്കാൻ. ഈ വാച്ച് ഉണ്ടാക്കിയ ഒരു മനുഷ്യൻ ഈ വാച്ചിന്റെ ഭാഗമാണോ? അല്ല, അയാൾ വേറെ, അയാൾ ഉണ്ടാക്കിയ സാധനം വേറെ. ഈ പ്രപഞ്ചത്തിലാണ് അല്ലാഹു എന്ന് പറയാവതല്ല. ആണ് അല്ലാഹുവിന്റെ ഇൽമു കൊണ്ട്, അവന്റെ ജ്ഞാനം കൊണ്ട് അല്ലാഹു എല്ലായിടത്തുമുണ്ട്. പക്ഷേ അല്ലാഹുവിന്റെ സത്ത ഈ പ്രപഞ്ചത്തിലാണെന്ന് പറയാനേ പാടില്ല. അത് ഇസ്ലാമിന്റെ താത്വികമായ നിയമങ്ങൾക്ക് വിരുദ്ധമാണ്, അല്ലാഹുവിന്റെ കൺസെപ്റ്റിന് വിരുദ്ധമാണ്. എന്തേ? ഫൗക ഖൽഖിഹി, അല്ലാഹുവിന്റെ സൃഷ്ടിജാലങ്ങൾക്ക് അതീതനാണ് അല്ലാഹു. സിനാ പർവതത്തിലേക്ക് പോകുന്നു പ്രവാചകൻ മൂസ നബി അലൈഹിസ്സലാം. فلما جاء موسى لميقات ربه, മൂസ നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ പരിശുദ്ധമായ വചനങ്ങൾ ഏറ്റുവാങ്ങാൻ സിനായിലേക്ക് പോയ സമയം അല്ലാഹുവിന്റെ സത്തയുടെ ഭാഗമായ അല്ലാഹുവിന്റെ കലാം, അവന്റെ സംസാരം മൂസ നബി അലൈഹിസ്സലാമിന് കേൾപ്പിച്ചു കൊടുത്തു. മൂസ നബി കേട്ടു. ഖലീമുല്ലാഹ് എന്ന് പറയാം. അല്ലാഹു സംസാരിച്ച പ്രവാചകനാണ് മൂസ നബി അലൈഹിസ്സലാം. അല്ലാഹു പറഞ്ഞു, എന്ത്? റബ്ബി അരിനീ അൻദുർ ഇലൈക്, അല്ലാഹുവേ ഞാൻ നിന്നെയൊന്ന് കാണട്ടെ, നീ എനിക്ക് നിന്നെയൊന്ന് കാണിച്ചു തരുമോ? അങ്ങനെയാണല്ലോ.
ശബ്ദം കേൾക്കുമ്പോൾ കാണാൻ കൊതിയാവും. മൂസ നബി അലൈഹിസ്സലാമിന്റെ കൊതി വന്നു, ഞാനൊന്ന് കാണട്ടെ അല്ലാഹ്. റബ്ബി അരിനി. ഇവിടെ ഖുർആനിന്റെ പ്രയോഗം കണിശമാണ്. ഖുർആനിന്റെ വാക്കുകളിലേക്ക് വരാനുള്ള ഒരു ദീർഘമായ ചർച്ച നമുക്ക് ഇവിടെ വേണം. ഖുർആനിന്റെ വാക്കുകൾ കണിശമാണ്. റബ്ബി അരിനി, അല്ലാഹുവേ നിന്നെ എനിക്ക് നീ കാണിച്ചു തരുമോ? ഞാൻ നിന്നെ ഒന്ന് കാണട്ടെ എന്നല്ല, നീ കാണിച്ചു തന്നാലേ എനിക്ക് കാണാൻ കഴിയൂ. ഇതറിയും പ്രവാചകനാണ് മൂസ നബി അലൈഹിസ്സലാം. അല്ലാഹു പറഞ്ഞു, ലൻ തറാനി, നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയില്ല. ഇവിടെ കഴിയില്ല. ഈ ഭൂമിയുടെ പ്രപഞ്ചത്തിന്റെ പരിധിയിൽ അല്ലാഹു മനുഷ്യന്റെ കണ്ണിന് മറവച്ചിട്ടുണ്ട്. ആ മറ നീക്കിത്തരുന്നത് മരണാനന്തര ജീവിതം അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വരുമ്പോഴാണെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ലോകത്ത് കാണാൻ ലൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും കഴിയില്ല എന്നുള്ള അർത്ഥം ശരിയാണ്. ഈ പ്രപഞ്ചത്തിൽ കഴിയില്ല. കാരണം മരിച്ചു കഴിഞ്ഞാലുള്ള ലോകം ഈ പ്രപഞ്ചത്തിന്റെ നിയമങ്ങൾ അങ്ങോട്ട് ബാധകം പോലുമല്ലല്ലോ. അള്ളാഹുവിന്റെ സമയം എന്താ? അവിടുത്തെ ഒരു ദിവസം ഭൂമിയിലെ 1000 വർഷമാണെന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പോ ആഖിറത്തിൽ കാണില്ല എന്നതിന് ഇവിടെ കാണാൻ പറ്റില്ല. എന്തേ? കണ്ടാൽ ഒരു വസ്തു നാം കാണുക എന്ന് പറഞ്ഞത് നമ്മുടെ കാഴ്ചയുടെ ആധിപത്യം അതിന്മേൽ സംഭവിക്കുകയാണ്. നമ്മുടെ കാഴ്ച കൊണ്ട് നാം അതിനെ അധീനപ്പെടുത്തുകയാണ്. അള്ളാഹുവെ അധീനപ്പെടുത്താൻ ആർക്കും കഴിയില്ലല്ലോ. എന്തുകൊണ്ട് കഴിയില്ല? لا تدركه الأبصار وهو يدرك الأبصار وهو اللطيف الخبير. മനുഷ്യന്റെ ലെൻസുകളുള്ള റെറ്റിനയുള്ള പ്യൂപ്പിലുള്ള മനുഷ്യന്റെ ഈ ഭൂമി ലോകത്തെ മാംസം കൊണ്ട് പടക്കപ്പെട്ട കണ്ണിന് ശ്രേഷ്ഠാവായ അല്ലാഹുവിനെ കാണിക്കാൻ അല്ലാഹുവിന് തീരുമാനമില്ല. അങ്ങനെയെങ്കിൽ ഇപ്പൊ എല്ലാരും മുസ്ലിം ആവൂലേ? എന്തിനാ പിന്നെ സ്വർഗം എന്ന റിവാർഡ്? എന്തിനാ? അല്ലാഹുവിടെ ഇറങ്ങി വന്നിട്ട് നിങ്ങൾ എന്നോട് വിശ്വസിച്ചോളൂ എന്ന് പറഞ്ഞ എല്ലാരും വീണില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഖിയാമത്തിന്റെ അടുത്ത അടയാളങ്ങൾ കണ്ടാൽ എല്ലാവരും മുസ്ലിം ആകുമെന്നാണ്. മസീഹുദ് ദജ്ജാൽ എന്ന ആന്റി ക്രൈസ്റ്റിന്റെ വരവ്, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നത്, ഒരു അത്ഭുത മൃഗം പുറപ്പെടുന്നത്, ഇത് കണ്ടാൽ ലആമന മൻ ഫിൽ അർദി ജമീഅ, എല്ലാവരും മുസ്ലിം ആകും. സമയം കഴിഞ്ഞു എന്ന് പറയും അവരോട്. ഇത് കണ്ട് വിശ്വസിക്കേണ്ട ആവശ്യമില്ല. സുബ്ഹാനല്ലാഹ്. ആ കാഴ്ച അല്ലാഹു വിധേയമാക്കി കൊടുത്തത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമാണ്. മിഅ്റാജിന്റെ രാവിൽ പുത്ലി കി തറാ ഹർ നസർ സേ മസ്തൂർ ഹേ തൂ ആँखें जिसे ढूंढती हैं वो राज है तू. അതുകൊണ്ട് ഖുൽ ഹുവല്ലാഹു അഹദ്, അറബികൾക്ക് അല്ലാഹു ഒരുവനാണെന്ന വിശ്വാസം ഉണ്ടായിരുന്നല്ലോ. ഇത് ചരിത്രമാണ്. അല്ലാഹു ഏകനാണെന്നറിയാം, പക്ഷെ അല്ലാഹുവിന്റെ കൂടെ വേറെ കുറെ ദൈവങ്ങളുണ്ട്. ലാത്ത ദൈവമാണ്, മനാത്ത് ദൈവമാണ്, ഉസ്സ ദൈവമാണ്, വദ്ദും സുവാഉം ദൈവങ്ങളാണ്. അല്ലാഹുവിനെ കൂടാതെ മറ്റു ഒരുപാട് ദൈവങ്ങളുണ്ട് എന്ന് നമ്മുടെ സഹോദര ഹിന്ദു സമുദായത്തിൽ ആളുകൾ വിശ്വസിക്കുന്ന പോലെ പരബ്രഹ്മാവ് ഒന്ന്, പക്ഷെ വേറെയും ബ്രഹ്മാക്കളുണ്ട്. എന്നാൽ അഹദ് എന്ന പ്രയോഗം അങ്ങനെയല്ല. ഖുൽ ഹുവല്ലാഹു അഹദ്, അവന്റെ കൂടെ അധികാരം പങ്കിടാൻ മറ്റൊരാളുടെയും ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ് ചരിത്രം രേഖപ്പെടുത്തിയത് മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു, എത്യോപ്യക്കാരനായിരുന്ന കറുത്ത ഒരു അടിമയെ അവരുടെ ഉടമസ്ഥൻ ഉമയ്യത്ത് വളരെ പീഡിപ്പിച്ചില്ലേ? ഇത് ചരിത്രമാണ്. പാറക്കല്ല് പോലും നെഞ്ചിൽ കയറ്റി വെച്ചു. എന്തേ? ഇസ്ലാമിൽ നിന്ന് അവിശ്വസിക്കണം. എന്താ ബിലാൽ തങ്ങൾ പറഞ്ഞത്? അല്ലാഹു അഹദ്, അല്ലാഹു അഹദാണ്. അല്ലാഹു വാഹിദ് എന്ന് പറഞ്ഞാൽ പോലും അവർ വിടും. അല്ലാഹു ഒരുത്തനാണ്, ആൾക്കാർ വേറുണ്ട്. അല്ല ഒരിക്കലുമല്ല. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു വേദനിക്കുന്ന പീഡനങ്ങൾക്കിടയിലും വിളിച്ചു പറഞ്ഞത് അല്ലാഹുവിനെ പറ്റി ഒന്ന് പറഞ്ഞാ പോലെ അഹദ് അഹദ് അഹദ്, അവന് തത്തുല്യനായി ഒന്നുമേ ഇല്ലാത്ത ഏകനാണ് അല്ലാഹു. ഇത് പറഞ്ഞു മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു.
വാഹിദ് എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടും. അഹദ് ഇത് ഖുർആനിന്റെ പ്രയോഗമാണ്. ഇങ്ങനെ ഒരു ഭാഷയിലെ ഒരു പ്രയോഗം, ഇങ്ങനെ ഒരു ഭാഷാ പ്രയോഗം അറബ് ഭാഷയിൽ മാത്രമേ ഉള്ളൂ എന്ന് ഭാഷാശാസ്ത്രകാരന്മാർ അംഗീകരിക്കുന്ന വിഷയമാണ്. അങ്ങനെ ഒരു ഏകത്വം കൊടുക്കാൻ ഇംഗ്ലീഷുകാരന് വാക്കില്ല, ലാറ്റിനുകാരന് വാക്കില്ല, ഫ്രഞ്ചിൽ വാക്കില്ല. അഹദേ ഉള്ളൂ. ആരാണ് ഈ അല്ലാഹു? ഖുൽ ഹുവല്ലാഹ്. ഈ അല്ലാഹു ആരാണ്? അൽ ഇലാഹാണോ? അൽ ഇലാഹ് ചേർന്നിട്ടാണോ അല്ലാഹു എന്ന ആയത്? ഭാഷാതജ്ഞന്മാർക്ക് അഭിപ്രായമുണ്ട് അങ്ങനെ. അൽ ഇലാഹ് അല്ലാഹനെ പറ്റി ഗോഡ് എന്ന് പറഞ്ഞുകൂടാ. ഗോഡ്, ഗോഡസ് ഉണ്ട്, പെൺ ദൈവമുണ്ട്. ഗോഡ്സ് എന്ന് പറഞ്ഞ ഒരുപാട് ദൈവങ്ങളായി. ചെറിയ ജീട്ട് എഴുതിയാൽ ഗോഡ് എന്ന് പറഞ്ഞാൽ ഫേക്ക് ദൈവമാണെന്ന് വരുന്നു. വലിയ ജീട്ട് എഴുതിയ റിയൽ ഗോഡ്. അല്ലാഹു എന്നതിന് പ്ലൂരൽ ഇല്ല. അല്ലാഹു എന്ന വാക്കിന് ബഹുവചനമില്ല. അത് അല്ലാഹുവിന്റെ പ്രോപ്പർ നൗണാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ നാമങ്ങളിൽ അവൻ തെരഞ്ഞെടുത്ത സിറായ രഹസ്യങ്ങളുടെ രഹസ്യമായ വാക്കാണ് അല്ലാഹു. അത് അൽ ഇലാഹ് കൂടി ചേർന്നതാണ്. ഇലാഹ് എന്ന് പറഞ്ഞാൽ ആരാധിക്കുക, അലഹ എന്ന് പറഞ്ഞാൽ അലഹ എന്ന് പറഞ്ഞാൽ ആരാധിച്ചു എന്നാണ്. ആരാധിക്കപ്പെടുന്നവൻ, അതാണ് ഗോഡ്. ഇലാഹ് അല്ലാഹ്. അലിഹ എന്ന് പറഞ്ഞാൽ ടു ബെവിൽഡർ, അന്തം വിട്ടുപോവുക. അപ്പോഴാണ് ഇലാഹ്. എന്താണ് ഈ അന്തം വിടൽ? നമ്മൾ ഈ ജീവിക്കുന്ന ഈ ഭൂമി ഇത് മാത്രാണോ? നമ്മുടെ ചുറ്റും ഗ്രഹങ്ങൾ, സൂര്യൻ, അങ്ങനെ 1 ബില്യൺ നക്ഷത്രങ്ങൾ കൂടിയപ്പോ നമ്മുടെ മിൽക്കി വേ, അങ്ങനത്തെ 1 ബില്യൺ ഗാലക്സീസ് ഇതുള്ള ലോകത്തിന്റെ ഒരു ഭാഗത്ത് ജീവിക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ യാ അല്ലാഹ്, പടച്ചവനെ എന്താണ് നിന്റെ ലോകം? ഇത് പറയുന്നവനാണ് മനുഷ്യൻ. അല്ലാഹനെ പറ്റി ചിന്തിച്ചാൽ തല കറങ്ങും. തല കറങ്ങുന്നില്ലെങ്കിൽ സംതിങ് റോങ്, എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് അർത്ഥം. അല്ലാഹുവിനെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ മനുഷ്യൻ അത്ഭുതപ്പെടും, അത്ഭുത പരതന്ത്രനായി പോകും. അലിഹ യഅലഹു, ടു ബെവിൽഡർ. അമ്മിഞ്ഞപ്പാല് കുടിക്കാൻ കൊതിക്കുന്ന ഒരു പിഞ്ചു കുഞ്ഞ് ദാഹിച്ചു വലഞ്ഞ് തന്റെ ഉമ്മയിലേക്ക് ഓടിപ്പോകുമ്പോഴാണ് അലിഹ എന്ന പ്രയോഗം അറബിയിൽ. അങ്ങനെയും ഒരു അർത്ഥമുണ്ട്. ഉമ്മയല്ലാതെ മറ്റൊന്നും ആ കുഞ്ഞിന് അറിയില്ല. ഉമ്മയുടെ പാലല്ലാതെ ഒന്നും ആ കുഞ്ഞിന് കുടിക്കാനോ തിന്നാനോ അറിയില്ല. ആ ഉമ്മയെ കിട്ടാതെ കുഞ്ഞ് കരച്ചിൽ നിർത്തില്ല. അങ്ങനെ ഉമ്മയെ തേടുന്ന കുഞ്ഞ് എങ്ങനെ മനുഷ്യന്റെ സർവമാന പ്രവൃത്തികൾക്കും അല്ലാഹു തആല നിരന്തരമായി നൽകിക്കൊണ്ടിരിക്കുന്ന സഹായമില്ലാതെ മനുഷ്യന് ഇവിടെ ജീവിക്കാൻ കഴിയില്ലല്ലോ, കഴിയില്ല. അല്ലാഹു വേണം. അങ്ങനെ എല്ലാവർക്കും ആവശ്യമുള്ള രക്ഷിതാവായ പടച്ചവനെ, ഇതാണ് അല്ലാഹ്. അത് അൽ ഇലാഹാണ് എന്ന് പോലും പറയാൻ പറ്റില്ല. അൽ ഇലാഹ് എന്നത് യാ അല്ലാഹ് എന്ന് വിളിക്കുമ്പോൾ നമ്മൾ യാ അല്ലാഹ്, യാ അൽ ഇലാഹ്, അറബിയിൽ അങ്ങനെ പ്രയോഗമല്ല. യാ അല്ലാഹ്നെ പറയൂ. പക്ഷേ അൽ എന്ന് ചേർത്താൽ, ദ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ചേർത്താൽ, നമ്മൾ ഒരാളെ വിളിക്കുമ്പോൾ യാ ഫുലാൻ എന്ന് വിളിക്കും. ഇന്ന ആളെ യാ ഫുലാൻ, യാ അൽ ഫുലാൻ എന്ന് വിളിക്കൂല. അറബ് ഭാഷ അറിയുന്നവർക്ക് ഒരു ടിപ്സ് മാത്രം പറയാം. യാ അൽ ഫുലാൻ എന്ന് വിളിക്കൂല, യാ ഫുലാൻ എന്ന് വിളിക്കും. പക്ഷെ അല്ലാഹനെ പറ്റി വിളിക്കുമ്പോൾ എന്താ വിളിക്കുക? യാ അല്ലാഹ്. അപ്പോ അൽ ഇലാഹിന്റെ നിയമങ്ങളെ മറികടന്നു, ഭാഷാ നിയമത്തെ മറികടന്നു. അറാമൈക് ഭാഷയിൽ അല്ലാഹുവാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഭാഷയിൽ അല്ലാഹുവാണ്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഭാഷയിലും അല്ലാഹുവാണ്. അങ്ങനെ വന്നാൽ അറബി അല്ലാത്ത ഭാഷയിൽ ഉപയോഗിക്കപ്പെടുന്ന വാക്കാണ് അല്ലാഹു. ഒരു പ്രശ്നം, അറബിയിലല്ലാത്തതിൽ ഉപയോഗിക്കപ്പെടുന്ന വാക്ക് അറബിയിലേക്ക് വന്നാൽ മംനൂഉൻ മിനസ് സർഫ്. പിന്നെ അല്ലാഹി, അല്ലാഹു ഒന്നും പറയാൻ പറ്റൂല. ഒറ്റ സ്റ്റേറ്റിൽ നിൽക്കണം. അല്ലാഹി എന്ന് പറയാം. പക്ഷേ വല്ലാഹി എന്ന് പ്രയോഗം ഉണ്ടല്ലോ. അതിന് ആ ഇ ഉ എന്ന ഏതടയാളവും കൊടുക്കാൻ പറ്റും. അപ്പോ ഇറ്റ്സ് എ യൂണിവേഴ്സൽ നെയിം. ആഗോളമായ ഒരു പേരാണത്. അറബിയിലേക്ക് വന്നപ്പോൾ അറബ് ഭാഷയുടേതുപോലത്തെ എല്ലാ നിയമങ്ങളും അതിനുണ്ട് താനും. എന്നാൽ മുഴുവൻ നിയമങ്ങൾക്കും ബാധകമല്ലതാനും. എന്താണ് ഈ പറയുന്നത്? അല്ലാഹു എന്ന സൃഷ്ടാവ് ഒരു ഭാഷക്ക് അധീതനല്ല. ഒരു ഭാഷ എല്ലാ ഭാഷകൾക്കും അതീതനാണ്. എല്ലാ ഭാഷക്കാർക്കും ഉള്ളവനാണ്. ആ വാക്ക് പോലും അങ്ങനെയാണ്. അറബ് ഭാഷയുടെ പോലും അൽ ഇലാഹി എന്നല്ല, അതിന് സെപ്പറേറ്റ് റൂട്ടാണ് എന്ന് പോലും ഭാഷാ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി.
എന്തുകൊണ്ട്? പരിശുദ്ധ ഖുർആൻ വെല്ലുവിളിച്ചുവല്ലോ. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകുന്ന ദിവ്യബോധനമാണ്, റെവലേഷനാണ് ഖുർആൻ. ഇന്ന് നമ്മുടെ മുമ്പിലിരിക്കുന്ന ഖുർആൻ അത് ഒരു അക്ഷരമെങ്കിലും ഏറെയുണ്ട്, ഒരു വാക്ക് അതിൽ ഏറെയാണ്. ഒരു സെന്റൻസ് ഇങ്ങനെ ആയിരുന്നില്ല എന്ന് പറയാൻ ഇന്ന് ഒരാൾക്കും ധൈര്യമല്ല എന്നത്, സാധ്യമല്ല എന്നത് ഖുർആനിന്റെ മുഅ്ജിസത്താണ്. ഇന്ന് ഒരാളും പറയുന്നില്ലല്ലോ. എത്ര മുസ്ലിമീങ്ങളുണ്ട്, അറബ് സംസാരിക്കുന്ന എത്ര ക്രിസ്ത്യാനികളുണ്ട്. ഖുർആനിലെ ഒരു വാക്ക്, ഇന്ന് നമ്മുടെ മുസ്ഹഫിലുള്ള വാക്ക്, ഖുർആൻ ഒരു കോപ്പിയല്ലേ ഉള്ളൂ. എല്ലാ ലോകത്തും അതാ തലമുറകളായി 14 നൂറ്റാണ്ടുകളിൽ സമൂഹത്തിന് കൈമാറിപ്പോന്ന ഖുർആന്റെ ചരിത്രം ലോകത്തുള്ള ചരിത്രങ്ങളാണ്. പ്രവാചകന്മാർ ലെജൻഡുകളിൽ ജീവിച്ചവരല്ല, ഭൂമിയിൽ ജീവിച്ച പ്രഭുമാരാണ്. അവരുടെ ചരിത്രങ്ങൾ ഇന്ന് നമ്മുടെ കൺമുമ്പിലുണ്ട്. അങ്ങനത്തെ ഖുർആനിന്റെ വചനത്തിൽ ഒന്നുപോലും നിഷേധിക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, ഖുർആനിന്റെ ഒരു വെല്ലുവിളിയുണ്ട്. എന്താ വെല്ലുവിളി? ഖുൽ ഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ وإن كنتم في ريب مما نزلنا على عبدنا فأتوا بسورة من مثله وادعوا شهداءكم من دون الله إن كنتم صادقين. ഈ ഖുർആൻ സത്യമല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഇതിന് തത്തുല്യമായ ഒരു സൂറ നിങ്ങൾ കൊണ്ടുവരും. ഖുർആനിൽ 114 ചാപ്റ്ററുകളുണ്ട് ഖുർആനിൽ. ആ ആയത്ത് സൂറകളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ കൊണ്ടുവരും. ഇതുവരെ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. അത് ഇന്നും ഖുർആനിന്റെ ചലഞ്ചാണ്. കൊണ്ടുവന്നോളൂ, ആർക്കും സാധ്യമായിട്ടില്ല. ഇൻ കുന്തും സാദിഖീൻ, എന്തെങ്കിലും കൊണ്ടുവന്ന് ഇത് ഖുർആനാണെന്ന് പറയല്ലേ, സത്യസന്ധമായിട്ട് വിധി എഴുത്. 6236 ആയത്തുകളുള്ള അല്ലാഹുവിന്റെ ഖുർആനിൽ ഒന്നിനും സമാനമായത് കൊണ്ടുവരാൻ മനുഷ്യന് ഇന്നുവരെ കഴിഞ്ഞിട്ടില്ല. ഇന്നും അറബ് ലോകം ഇസ്ലാമിന്റെ ഖുർആനിന്റെ മുമ്പിൽ പതച്ചു നിൽക്കുകയാണ്. ഖുർആനിന്റെ പദപ്രയോഗങ്ങൾ അങ്ങനെയാണ്, ഖുർആനിന്റെ അവതരണങ്ങൾ അങ്ങനെയാണ്. ഒരു അക്ഷരം ഖുർആൻ മിറക്കിൾ സൃഷ്ടിക്കും. ഒരു അക്ഷരം മനസ്സിലാക്കണം. ഖുർആനിൻ ഇന്ന് നിലവിലുള്ള ഇന്നത്തെ ഖുർആൻ ഇത് തന്നെയാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു ഇറക്കിയത്. ഒരു മാറ്റം, ചരിത്രം അതിന് സാക്ഷിയാണ്. അമുസ്ലിമീങ്ങൾ എഴുതിയ ചരിത്രം അതിന് സാക്ഷിയാണ്. ഒരു മാറ്റമില്ല. പക്ഷേ ഖുർആൻ ഒരു പ്രവാചകന്റെ ദൗത്യം നിർവഹിക്കുന്ന ഗ്രന്ഥമാണ്. ഇനിയൊരു നബി വരാനില്ലല്ലോ. എല്ലാ പ്രവാചകന്മാരും വരുന്നത് അതത് കാലഘട്ടത്തിലെ നിയമം, അന്ന് ജീവിക്കുന്ന ആളുകളുടെ കഴിവുകൾ ഏതോ അതിനെ മറികടക്കുന്ന കഴിവുകളുമായിട്ടാണ് പ്രവാചകന്മാർ വരിക. നബി അലൈഹിസ്സലാം മാജിക്കിനെ അതിജീവിക്കാനാണ് മുഅ്ജിസത്ത് കൊടുത്തത്, അമാനുഷിക സിദ്ധി കൊടുത്തത്. ഈസ നബി അലൈഹിസ്സലാം വരുമ്പോൾ മെഡിസിനാണ്, അതിനും വലിയ കഴിവ് ഈസ നബി അലൈഹിസ്സലാം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുമ്പോൾ അറബ് സാഹിത്യത്തിന്റെ കാലമാണ്. അതിനെ മറികടക്കാനുള്ള കഴിവ് അല്ലാഹു പരിശുദ്ധ ഖുർആനിന് കൊടുത്തു. എന്നാൽ ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ അറബ് സാഹിത്യം ഇന്ന് ചർച്ചയല്ല. ഇന്നത്തെ ചർച്ച ശാസ്ത്രലോകമാണ്, മനുഷ്യന്റെ കണ്ടുപിടുത്തമാണ്. ഇങ്ങനെയൊക്കെ വലിയ ടെക്നോളജിക്ക് നമ്മൾ കണ്ടെത്തിയാൽ പിന്നെ ഒരു മതത്തിന്റെ ആവശ്യമുണ്ടോ? ഇവിടെയും ഖുർആനിന്റെ ദൗത്യം അല്ലാഹു ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ചർച്ച എന്തോ അത് ഖുർആനിൽ കാണാൻ കഴിയും. അതാണ് ഇന്ന് നമുക്ക് തിരിയാത്തത്, നാളെ വരുന്ന ആളുകൾക്ക് മനസ്സിലാകുന്ന ഹഖാൻ. ഇങ്ങനെ ഓരോ കാലഘട്ടത്തിലും ഓരോന്ന് ഖുർആനിൽ നിന്ന് കണ്ടെത്താൻ കഴിയും. നമ്മൾ അതുകൊണ്ടാണ് ഒരു കണ്ടുപിടുത്തം നടന്നു, അതൊരു ഫാക്ട്, ഇതൊരു തത്വമാ, ഇതൊരു യാഥാർത്ഥ്യമാണെന്ന് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഖുർആനിലേക്ക് വരും. ഇത് തന്നെ അല്ലാഹു പറയുന്നുവല്ലോ. എന്തേ പിന്നെ അതിന്റെ മുമ്പ് മനസ്സിലാവാത്തത്? അല്ലാഹു ഓരോ കാലഘട്ടത്തിനും അനുചിതമായ ബുദ്ധിയെ അല്ലാഹു നൽകിയിട്ടുള്ളൂ. എന്തുകൊണ്ട്? 200 കൊല്ലം മുമ്പ് ഒരാൾ പറഞ്ഞു എന്ന് വിചാരിക്കുക, ഞാൻ എൻ്റെ നാട്ടിലേക്ക് ഇവിടുന്ന് 2.5 മണിക്കൂർ കൊണ്ട് എത്തുന്നു, വായുവിൽ പറക്കുന്നു. വിശ്വസിക്കോ? ഭ്രാന്തെന്ന് പറയില്ലേ? ഒരാൾ പറഞ്ഞിരിക്കെ, ഞാൻ ഇവിടെ ഇരുന്നിട്ട് 10,000 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരാളോട് ഞാനൊരു സാധനം പിടിച്ച് സംസാരിക്കുന്നു. അന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആര് വിശ്വസിക്കും? മുഅ്മിനെ വിശ്വസിക്കൂ? ഇല്ല.
ഇല്ല. ഇന്ന് മനുഷ്യൻ ചെയ്യുന്ന ടെക്നോളജി, അമേരിക്കയിൽ നടക്കുന്ന സാധനം ഞാൻ ഇവിടെ തത്സമയം ലൈവായിട്ട് കാണും എന്ന് പറഞ്ഞാൽ ഭ്രാന്തനല്ലേ വിളിക്കൂ? അള്ളാഹു ചെയ്ത വലിയൊരു നിഅമത്താണ്. മനുഷ്യന്റെ ബുദ്ധിക്ക് താങ്ങാവുന്നതേ അള്ളാഹു തന്നുള്ളൂ, അതിനപ്പുറം തന്നില്ല. എന്തേ? ഇത് ഡൈജസ്റ്റ് ചെയ്യാൻ കഴിയില്ല. ഇന്ന് നമുക്ക് മനസ്സിലാവാത്ത പലതും നാളെ മനസ്സിലാകും. കാരണം അങ്ങനെ ഖുർആനിന്റെ എല്ലാം അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തെങ്ങാനും പറഞ്ഞു കൊടുത്തിരുന്നുവെങ്കിൽ ഖുർആനിന് പിന്നെ വരാൻ പോകുന്ന തലമുറകളിൽ എന്ത് ദൗത്യം നിർവഹിക്കാനുണ്ട്? ഇത് ഞങ്ങൾ കേട്ട് പരിചയമുള്ളതല്ലേ, ഇതിലെന്താ പുതുമ? അല്ല, എന്നും ഖുർആനിൽ പുതുമയാണ്. ഒരുപാട് ചർച്ച ചെയ്യാനുണ്ടായിരുന്നു മുഅ്മിനീങ്ങളെ, സമയം അനുവദിക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഏതാനും ചില കാര്യങ്ങൾ പറയണം. ഖുർആനിന്റെ ചില വാക്കുകൾ അത്ഭുതമാണ്. എന്താണ്? നമുക്കൊക്കെ അറിയുന്ന ആയത്താണ്. ഖുർആൻ ഓതുന്ന നമുക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സീറൂ ഫിൽ അർദ്, ഭൂമിയിൽ നിങ്ങൾ സഞ്ചരിക്കൂ, അല്ലേ? സീറൂ ഫിൽ അർദി, ഭൂമിയിൽ നിങ്ങൾ സഞ്ചരിച്ചു നോക്കൂ. എന്നിട്ട് ഏതെല്ലാം സമുദായങ്ങൾ കഴിഞ്ഞുപോയി, എന്തൊക്കെയാണ് അവർക്ക് സംഭവിച്ചത് എന്ന് നിങ്ങൾ നോക്കി കാണുന്നില്ലേ? ടൂർ പോയിക്കോ, പക്ഷെ ഒരു അമ്യൂസ്മെന്റ് ടൂർ അല്ല, ഒരു സ്റ്റഡി ടൂർ പോയിക്കോ. സീറൂ ഫിൽ അർദ്. ഇവിടെ ഫിൽ അർദ്, ഫി എന്ന് പറഞ്ഞാൽ അതിൽ എന്നാണ്. ഒരു ഗ്ലാസ് എടുത്തു കഴിഞ്ഞാൽ ഫിൽ കൂബിമ, ഈ ഗ്ലാസിൽ വെള്ളമുണ്ട് എന്നർത്ഥം. പക്ഷെ യാത്ര ചെയ്യാൻ എന്തിനാ ഫി എന്ന് പറഞ്ഞത്? അല എന്നല്ലേ പറയുന്നത്? മേൽ, ഭൂമിയുടെ മേൽ യാത്ര ചെയ്യാനേ പറയുള്ളൂ. സീറു അലൽ അർളി, ഫി എന്ന വാക്കിന് പകരം ഭൂമിയിൽ എന്ന് പറയേണ്ട വാക്കിന് പകരം ഭൂമിക്കു മേൽ എന്നാണ് പറഞ്ഞിരുന്നുവെങ്കിൽ ആ യാത്ര എന്തേ പറ്റുള്ളൂ? കടലിലെ യാത്ര ഭൂമിക്കു മീതയാണ്, കരയിലെ യാത്ര ഭൂമിക്കു മീതയാണ്. പക്ഷേ 400ഓളം കിലോമീറ്റർ പരന്നു കിടക്കുന്ന അന്തരീക്ഷവും ഭൂമി തന്നെയല്ലേ? ആ അന്തരീക്ഷത്തിലെ യാത്രയെ സംബന്ധിച്ച് പറയണമെങ്കിൽ ഫിൽ അർളി, ഭൂമിയിൽ തന്നെയാണത്. നമ്മൾ വിമാനം കയറി യാത്ര ചെയ്യുമ്പോ ആരും പറയുന്നില്ലല്ലോ ഭൂമി വിട്ടുപോയി. നമ്മൾ ഭൂമിക്കുള്ളിലാണ്. ഭൂമി എന്നത് ആകാശം, അന്തരീക്ഷ മണ്ഡലം, ഭൂമിയുടെ അന്തരീക്ഷം ഭൂമിയുടെ ഭാഗമാണ്. ആ അന്തരീക്ഷത്തിലെ യാത്രയെ പറ്റി പറയണമെങ്കിൽ ഫിൽ അർളി തന്നെ പറയണം. നമ്മുടെ ഫ്ലൈറ്റ് യാത്രകൾ പോലും ഫി എന്ന വാക്കിന്റെ ഉള്ളിൽ വന്നു. ഇത് ഇന്നേ മനസ്സിലായിട്ടുള്ളൂ. അന്നത്തെ ആളുകൾക്ക് അവരുടെ അവരുടെ ബുദ്ധിക്ക് വേണ്ടത് ഖുർആൻ എന്ന് മനസ്സിലായി. എന്റെ മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം. ഫറോവ ചക്രവർത്തി, ഫറോവ എന്ന രാജാവ്, ഫറോവ എന്ന ധിക്കാരിയായ ഈജിപ്തിന്റെ ഭരണാധികാരി, ചെങ്കടൽ രണ്ട് ഭാഗമായത് കൂടിച്ചേരുമ്പോ അവൻ വിളിച്ചു പറഞ്ഞു, ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായീൽ. ഇസ്രായേൽ സന്തതികൾ വിശ്വസിക്കുന്ന ഏകനായ പടച്ചവനാരോ ആ പടച്ചവനിൽ ഞാൻ വിശ്വസിക്കുന്നു. ആര് പറഞ്ഞു? ഫറോവ. ഖുർആൻ പറഞ്ഞു. പഴാണോ പറയുന്നത്? ഒരുപാട് അക്രമം ചെയ്ത് പശ്ചാത്തപിക്കേണ്ട സമയമല്ലല്ലോ ഇത്. മരണം കൺമുമ്പിലെത്തിയല്ലോ. വൽയൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ. ഫറോവ, നിന്റെ ഭൗതിക ശരീരം നാം ഇവിടെ എടുത്തു വെക്കും കേട്ടോ. എന്തിന്? ലിതകൂന ലിമൻ ഖൽഫക ആയ, നിന്റെ പിറകെ ചില ആളുകൾ വരാനുണ്ട്. ഞാനാണ് പടച്ചവൻ, ഇനി എന്തിനാ വേറെ പടച്ചവൻ എന്ന് പറയുന്നവർ, അവർക്ക് കാണിച്ചു കൊടുക്കാൻ നിന്റെ ഭൗതിക ശരീരം ഞാൻ ഇവിടെ മാറ്റിവെക്കാൻ പോകുന്നുണ്ട് കേട്ടോ എന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഈ ആയത്തോതുമ്പോൾ ഫറോവയുടെ ശരീരം എവിടെയാണ് നബിയേ എന്ന് സ്വഹാബികൾ ചോദിച്ചിട്ടില്ല, അനുചരന്മാർ ചോദിച്ചില്ല. അതിന്റെ ആവശ്യമില്ല. അവർക്ക് നബിയെ മനസ്സിലായിട്ടുണ്ട്. ഖുർആൻ അവർക്ക് മനസ്സിലായി. അത് ഹഖാൻ, എനിക്ക് തിരിഞ്ഞതും തിരിയാത്തതും ഞാൻ വിശ്വസിച്ചു. ആണല്ലോ ഈമാൻ. നിബിതങ്ങളുടെ കാലശേഷം 2-ാം നൂറ്റാണ്ടിലോ 3-ലോ 4-ലോ 10-ാം നൂറ്റാണ്ടിൽ പോലും ഈ ആയത്തോതുമ്പോ ഫറോവ, നിന്റെ ശരീരം നമ്മൾ സൂക്ഷിച്ചു. എവിടെ സൂക്ഷിച്ചത്? കിട്ടിയിട്ടുണ്ടോ? അന്ന് കിട്ടിയിട്ടില്ല. അത് കിട്ടിയത് 1900-ലാണ്, 20-ാം നൂറ്റാണ്ടിലാണ്. ഫറോവയുടെ ഡെഡ് ബോഡി, മമ്മിയാക്കി വെച്ച ഡെഡ് ബോഡി കിട്ടി. ലണ്ടൻകാരൻ കൊണ്ടുപോയി പരിശോധിച്ച് ഇന്നത് ഖൈറോക്കാരന്റെ മ്യൂസിയത്തിൽ ഇരിക്കുന്നുണ്ട് ഫറോവയുടെ ഡെഡ് ബോഡി.
എപ്പോഴാ കിട്ടിയത്? 20-ാം നൂറ്റാണ്ടിൽ. എന്തേ? നമ്മൾ ചോദിച്ചു, ഇതിപ്പോ എവിടെ? സൂക്ഷിക്കുന്നൊക്കെ ഖുർആനിൽ ഞങ്ങൾ കണ്ടിട്ടിരുന്ന കണ്ടോ? യുക്തിവാദത്തിന്റെ കാലമായപ്പോൾ അല്ലാഹു ആ സത്യം പുറത്തു കൊണ്ടുവന്നു. ഇത് മുമ്പ് കൊണ്ടുവരാമായിരുന്നു, പക്ഷേ ഈ ഒരു ദൗത്യം ഖുർആൻ അവിടെ ചെയ്യാൻ കഴിയില്ല. ഇന്ന് യുക്തിവാദമാണ്, അതുകൊണ്ട് അത് ഇന്ന് കണ്ടു. ഖുർആൻ പറഞ്ഞു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബ്. അല്ലാഹു കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും രക്ഷിതാവാണ്. ഒരർത്ഥം, പടിഞ്ഞാറിന്റെയും കിഴക്കിന്റെയും രക്ഷിതാവാണ് അല്ലാഹു. പിന്നെ പറഞ്ഞു മറ്റൊരായത്തിൽ റബ്ബുൽ മശ്രിഖൈനി വറബ്ബുൽ മഗ്രിബൈൻ. രണ്ട് ഉദയസ്ഥാനങ്ങളുടെയും രണ്ട് അസ്തമയ സ്ഥാനങ്ങളുടെയും അധിപനാണ് അല്ലാഹു. ഒന്ന് രണ്ടായി. പിന്നെ അല്ലാഹു പറഞ്ഞു റബ്ബുൽ മശാരിഖി വൽ മഗാരിബ്. റബ്ബുൽ മശാരിഖി, ഉദയങ്ങളായ ഒരുപാട് സ്ഥലങ്ങളുടെ ഉടമസ്ഥൻ അല്ലാഹുവാണ്. വൽ മഗാരിബി, അസ്തമിക്കുന്ന സ്ഥലങ്ങളുടെയും ഉടമസ്ഥൻ അല്ലാഹുവാണ്. ഒന്ന് രണ്ട് പിന്നെ കോടാനുകോടി ഉദയാസ്തമയ സമയങ്ങൾ. അന്ന് അവർ അങ്ങനെ ഒരു അർത്ഥം മനസ്സിലാക്കി. അന്ന് അവരെ മനസ്സിലാക്കുന്നത് സുബ്ഹാനല്ലാഹ് ഭൂമി പരന്നിട്ടെന്നല്ലേ. അവിടെ ഉദിക്കുന്നു, ഇവിടെ അസ്തമിക്കുന്നു. അല്ലാഹു റബ്ബുൽ മശ്രിഖാൻ, ഒരു ഉദയസ്ഥാനത്തിന്റെ ഉടമസ്ഥനാണ്. വൽ മഗ്രിബ്, അല്ലാഹു മറ്റൊരു അസ്തമയ സ്ഥാനത്തിന്റെ അധിപനാണ് അല്ലാഹു. കഴിഞ്ഞു. റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബ്. അവിടെ റബ്ബുൽ മഗ്രിബി എന്നില്ലട്ടോ, റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബ്, ഉദയസ്ഥാനത്തിന്റെയും അസ്തമയത്തിന്റെയും ഉടമസ്ഥനാണ്. അവരത് അങ്ങനെ മനസ്സിലാക്കി. ഇന്ന് നമുക്ക് മനസ്സിലായി അല്ലാഹു പറഞ്ഞത് റബ്ബുൽ മശ്രിഖി, ഉദയസ്ഥാനത്തിന്റെ ഉടമസ്ഥനാണ്. വൽ മഗ്രിബി, അസ്തമയ സ്ഥാനത്തിന്റെയും. അപ്പോ ഉദിക്കുന്ന സമയത്ത് തന്നെ അസ്തമയം നടക്കുന്നുണ്ട് എന്നർത്ഥം. ഇത് നടക്കണമെങ്കിൽ ഭൂമി ഉരുണ്ടതാവണം, അല്ലേ? ഭൂമി ഉരുണ്ടാലല്ലേ ഒരേ സമയം തന്നെ ഒരു നാട്ടുകാർക്ക് ഉദയവും മറ്റൊരു നാട്ടുകാർക്ക് അസ്തമയവും നടക്കണമെങ്കിൽ ഭൂമി ഉരുളണം. ഭൂമി സ്ഫെറിക്കാണെന്ന് പ്രഖ്യാപിക്കുകയാണ് ഖുർആൻ. പക്ഷെ അന്നത് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല, ഇസ്ലാം വിട്ട് പുറത്തു പോകും. അവർക്കതിന്ന് അവരുടെ ബുദ്ധിക്കനുസരിച്ച് മനസ്സിലായി. നമുക്കിന്ന് അതിലേറെ മനസ്സിലായി. കാരണം നമ്മൾ യുക്തിയുടെ പിന്നാലെ പോകുന്ന ആളുകളാ. ഖുർആൻ അതേ വാക്ക് മാറ്റിയിട്ടില്ല, അർത്ഥം വളരുകയാണ്. റബ്ബുൽ മശ്രിഖൈനി വറബ്ബുൽ മഗ്രിബൈൻ, രണ്ട് ഉദയത്തിന്റെയും രണ്ട് അസ്തമയത്തിന്റെയും ഉടമസ്ഥൻ. എന്താ സ്വഹാബത്ത് മനസ്സിലാക്കുന്നത്? ഉദിക്കുന്ന സ്ഥലം മശ്രിഖ് ഇതാണ്, സൂര്യൻ ഉദിച്ചു വരുന്ന ശരിയായ സ്ഥലം അത് ഇവിടെയാണ്, ഇതിലാണ് സൂര്യൻ വരിക. പക്ഷേ ഇതൊക്കെ ഉദയസ്ഥലമാണ്. അപ്പൊ ഒരു ദിശ, പിന്നെ ഉദിക്കുന്ന പ്രത്യേക സ്ഥാനം, രണ്ട് ഉദയസ്ഥാനം, അസ്തമിക്കുന്നതും അങ്ങനെ. അല്ലാഹു ഇവിടെ റബ്ബുൽ മശ്രിഖൈനി വ റബ്ബുൽ മഗ്രിബൈൻ, റബ്ബ് എന്ന പ്രയോഗം ആവർത്തിച്ചു. രണ്ട് ഉദയസ്ഥാനങ്ങളുടെ ഉടമസ്ഥൻ, രണ്ട് അസ്തമയങ്ങളുടെയും ഉടമസ്ഥൻ. എങ്ങനെ ഇത് മനസ്സിലാവുക? ഉരുണ്ട ഭൂമിയാണ്. ഉരുണ്ട ഭൂമിയുടെ ഒരു ഭാഗം മുഴുവനും ഇരുട്ടാണ്, അല്ലേ? നമുക്കിന്ന് ഇരുട്ടാണ്. നമുക്കിപ്പോ ഉദയമില്ല, ഉദയസ്ഥാനവുമില്ല, അസ്തമയസ്ഥാനവുമില്ല, നമുക്ക് ഇരുട്ടാണ്. പക്ഷെ ഒരു ഭാഗത്ത് സൂര്യപ്രകാശമുണ്ട്. അവർക്കിവിടെ ഒരു ഉദയമുണ്ട്, മശ്രിഖുണ്ട്, ഇവിടെ മഗ്രിബുണ്ട്. എന്നാൽ സൂര്യൻ ഇതിന് മറയായി വന്നാൽ, ഇവിടേക്ക് സൂര്യപ്രകാശം വന്നാൽ, ഇരുട്ടുള്ള ഭാഗത്തുകാർക്ക് ഒരു സൂര്യോദയം വന്നു, അവർക്കൊരു അസ്തമയ സ്ഥാനവും വന്നു. ഇവിടത്തുകാർക്കൊന്നുണ്ട്, ഇവിടത്തുകാർക്കൊന്നുണ്ട്. രണ്ട് കൂട്ടർക്കും രണ്ടെണ്ണമാണ്. റബ്ബുൽ മശ്രിഖ്, ഭൂമി ഉരുണ്ടതാണ്. റബ്ബുൽ മശാരിഖ് വൽ മഗാരിബ്, ഒരുപാട് ഉദയസ്ഥാനങ്ങളുടെയും ഒരുപാട് അസ്തമയങ്ങളുടെയും ഉടമസ്ഥനാണ് അല്ലാഹു. നമ്മൾ പോകുന്ന ആയത്തല്ലേ. എന്താണ് ഈ ഒരുപാട് ഉദയസ്ഥാനം? സ്വഹാബത്ത് എന്താ മനസ്സിലാക്കിയത്? ഓരോ നാട്ടുകാർക്കും ഒരു ഉദയസ്ഥാനം ഉണ്ടാകും, എല്ലാ നാട്ടുകാർക്കും ഒരു അസ്തമയ സ്ഥാനം കാണും. ഇന്ന് നമുക്ക് മനസ്സിലായി ഓരോ സെക്കൻഡിലും ഉദയം നടക്കുന്നുണ്ട്, ഓരോ സെക്കൻഡിലും അസ്തമയം നടക്കുന്നുണ്ട്. നമുക്കിപ്പോ ഇതേ സമയം നമ്മൾ ഇശാ നിസ്കരിച്ചു, എത്രയോ രാജ്യക്കാർ ഇപ്പൊ സുബ്ഹി നിസ്കരിച്ചു കഴിഞ്ഞു. എത്രയോ നാട്ടുകാർ അസറിലാണ്, ചിലർ മഗ്രിബിലാണ്, ചിലർ ളുഹ്റിലാണ്. എല്ലാ രാജ്യത്തും ഓരോ സെക്കൻഡിലും ഉദയം നടക്കുമ്പോ മറ്റൊരു ഭാഗത്ത് അതേ സമയം അസ്തമയം നടക്കുന്നുണ്ട്. അപ്പൊ റബ്ബ് എന്ന പ്രയോഗം ആവർത്തിച്ചില്ല. റബ്ബുൽ മശാരിഖി വൽ മഗാരിബ്, അല്ലാഹു കോടാനുകോടി ഉദയസ്ഥാനങ്ങളുടെയും കോടാനുകോടി അസ്തമയ സ്ഥാനങ്ങളുടെയും ഉടമസ്ഥനാണ്. അതുകൊണ്ട് ഇഖ്ബാൽ പറഞ്ഞു, നിഗഹ് പൈദാ കർ ആയേ ഗാഫിൽ,
निगह पैदा करे गाफिल तजल्ली ऐन फितरत है निगह पैदा करे गाफिल तजल्ली ऐन फितरत है कि अपनी मौज से बेगाना रह सकता नहीं दरिया ഒരു സമുദ്രത്തിൽ തിരമാലകൾ ഉണ്ടാകുന്ന പോലെ തിരമാല സമുദ്രത്തിന്റെ ഭാഗമായതുപോലെ നിന്റെ രക്ഷിതാവിനെ അന്വേഷിക്കുന്ന മനുഷ്യ നീ ഈ പ്രപഞ്ചത്തിലൊന്ന് ആഴത്തിലൊന്ന് ചിന്തിച്ചു നോക്ക് നിന്റെ രക്ഷിതാവിനെ നിനക്ക് കാണാൻ കഴിയും ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ ആ ഒരു രക്ഷിതാവിനെ നിനക്ക് കാണാൻ കഴിയും നീ ഒന്ന് ആലോചിച്ചു നോക്ക് സുബ്ഹാനല്ലാഹ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനെ സംബന്ധിച്ചു പറഞ്ഞു ഇത് ഒരിക്കലും അസ്തമിച്ചു പോകാത്ത അത്ഭുതമാണ് എല്ലാവർക്കും ഖുർആനിന്റെ മധുരം ആസ്വദിക്കാൻ കഴിയും അറബി അറിയുന്നവർക്കും പറ്റും അറിയാത്തവർക്കും പറ്റും ശുദ്ധ ഖുർആൻ ഇങ്ങനെ ഓതിയാൽ അതിന്റെ ഇടയിലൂടെ പരിശുദ്ധ ഖുർആൻ ചില വാക്കുകളിലൂടെ പോകുമ്പോൾ കവിതക്ക് സമാനമായ വാക്കുകളുണ്ട് നമ്മൾ അറിയില്ല ഇത് കവിതയാണ് ഈ പാടിപ്പോയത് ഓതിപ്പോയത് തൊട്ടുടനെ പ്രോസിൽ നിന്ന് പോയട്രിയിലേക്ക് പോയട്രിയിൽ നിന്ന് പ്രോസിലേക്ക് മാറി മാറി നമ്മൾ പോകുന്നുണ്ട് പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല ഇത് ഖുർആനിന്റെ അത്ഭുതമാണ് ഖുർആൻ ഇങ്ങനെ കേട്ടപ്പോൾ ഒരു ചലനം തോന്നിയല്ലേ മനസ്സിൽ എന്താ ഇപ്പൊ തോന്നിയത് എന്താ ഇപ്പൊ നിനക്ക് അനുഭവപ്പെട്ടത് മനസ്സിലായില്ല പക്ഷേ ഒരു ചലനം ഇന്ന് ജീവിച്ചിരിപ്പുള്ള ഒരു പണ്ഡിതനുണ്ട് ഡോക്ടർ അബ്ദുറഹ്മാൻ അരീഫി അദ്ദേഹം ജർമ്മനിയിൽ ചെന്നപ്പോ ഒരു ചെറുപ്പക്കാരൻ ഒരു ചർച്ചിന്റെ മുമ്പിൽ നിന്ന് ബൈബിൾ എടുത്ത് ഉറക്കങ്ങനെ വായിക്കുകയാണ് ഇത് യൂണിവേഴ്സിറ്റിയുടെ പരിസരമാണ് അദ്ദേഹം ഈ അടുത്ത സമയത്ത് കഴിഞ്ഞ വർഷം പോയ സംഭവം അദ്ദേഹം രേഖപ്പെടുത്തിയത് ഉറക്ക ബൈബിൾ വായിക്കുന്നു അദ്ദേഹം എത്തിയിട്ട് ചോദിച്ചു കുട്ടികളോട് ഇയാൾ എന്തായി ചെയ്യുന്നത് ബൈബിളിലേക്ക് ആളെ ക്ഷണിക്കണം എന്നും ഇതാണ് പണി ഉറക്ക ഓതുകയാണ് ബൈബിൾ ഹരീഫി അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് ചോദിച്ചു എന്താണ് സംഗതി അദ്ദേഹം പറഞ്ഞു ബൈബിളാണ് ഇത് മോക്ഷത്തിന്റെ ബൈബിൾ വിശ്വസിക്കാതെ രക്ഷ കിട്ടൂല ആയിക്കോട്ടെ ശരിയാ ഇത് ബൈബിളാണ് എന്നതിന് എന്താ തെളിവ് ദൈവവചനമാണെന്നതിന് ഞങ്ങളത് വിശ്വസിക്കുന്നുണ്ട് തെളിയിക്കാൻ പറ്റുമോ ഇല്ല ഞങ്ങൾക്ക് ഖുർആനുണ്ട് ഞാൻ നിനക്ക് ഓതിത്തരാം നീ അത് കേൾക്ക് എന്നിട്ട് ഞാൻ രണ്ട് വാക്കുകൾ പറഞ്ഞുതരാം അതിൽ ഏതാണ് നിനക്ക് മനസ്സിൽ ചലനം തട്ടിയത് മറ്റേത് എന്താണെന്ന് പറയും അദ്ദേഹം ഖുർആനിന്റെ ഒരു ഭാഗം ഓതി കൊടുത്തു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നൽ മുത്തഖീന ഫീ ജന്നാതിൻ വഉയൂൻ ഉദ്ഖുലൂഹാ ബിസലാമിൻ ആമിനീൻ ونزعنا ما في صدورهم من غل إخوانا على سرر متقابلين അദ്ദേഹം പറഞ്ഞു ذهبت صباح اليوم إلى مركز التجارة واشتريت أغراضا وأكلت طعاما ورجعت إلى بيتي سالما ഞാൻ ഷോപ്പിംഗ് മാളിൽ പോയി ഭക്ഷണം കഴിച്ചു തിന്നു വീട്ടിൽ എത്തി എന്നാ പറഞ്ഞു ഇയാൾ ചോദിച്ചപ്പോ ഏതാ നിങ്ങൾക്ക് ഇതിൽ ഒരു വ്യത്യാസം കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു വ്യത്യാസം ഏതാ നിങ്ങൾ ആദ്യം പറഞ്ഞത് എന്തോ അതാണ് ഖുർആൻ മറ്റേതും അറബിയാണ് ഖുർആന്റെ ശൈലി ഓതിയാൽ പോലും മനസ്സിലാകും ഇത് ഖുർആൻ അല്ല സുബ്ഹാനല്ലാഹ് ശുദ്ധ ഖുർആനിൽ ഇതേ സൂറത്തുൽ ഹിജ്റിൽ തന്നെ അല്ലാഹു പറയുന്ന ഭാഗം لا يمسهم فيها نصب وما هم منها بمخرجين نبئ عبادي أني أنا الغفور الرحيم وأن عذابي هو العذاب الأليم ونبئهم عن ضيف إبراهيم إذ دخلوا عليه فقالوا سلاما قال إنا منكم وجلون ഇതിന്റെ ഇടയിൽ ഒരു കവിത പോലത്തെ ഒരു വചനം കഴിഞ്ഞു പോയിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ ഇല്ല കിട്ടൂല ഇതാണ് ഖുർആൻ അവര് പറഞ്ഞു നബിയേ നിങ്ങൾ പറയുന്നത് കവിതയാണല്ലോ വമാ ഹുവ ബിഖൗലി ശാഇരിൻ ഖലീലം മാ തുഅ്മിനൂൻ കവിത എന്താണെന്ന് നിങ്ങൾക്കറിയാം
എന്നിട്ടും ഇത് കവിത എന്ന് പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നില്ലല്ലേ? അല്ലാഹു ചോദിക്കാം. ഇവിടെ നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം ആ ആയത്ത്, അതിനുശേഷമുള്ള വ അന്ന അദാബി ഹുവൽ അദാബുൽ അലീം. ഇത് അറബ് കവിതയിലേക്കാണ് വെച്ച് നോക്കിയാൽ മുസ്തഫ്ഇലുൻ ഫാഇലാത്തുൻ മുസ്തഫ്ഇലുൻ ഫാഇലാത്തുൻ. ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞു വനബ്ബിഉഹും അൻ ളൈഫി ഇബ്രാഹീം. പ്രോസിൽ നിന്ന് പോയട്രിയിലേക്ക്, പോയട്രിയിൽ നിന്ന് പ്രോസിലേക്ക്, ഇത് രണ്ടുമല്ലാത്തത് ഖുർആനിന്റെ അത്ഭുതം അവിടെയാണ്. ഇത് കവിതയല്ല, ഇതൊരു ജോത്സ്യന്റെ വാക്കുമല്ല, ഇത് അല്ലാഹുവിന്റെ വചനമാണ്. ഇത് ഓരോ സമുദായത്തിനും മനസ്സിലാവും. നമുക്ക് ഇന്ന് മനസ്സിലാവാത്ത തത്വങ്ങൾ നാളെയുടെ ചർച്ചയാണ്. എന്താണ് ജിന്നെന്ന് സയൻസ് പറയാൻ പോകുന്നുണ്ട്. പറയും അവർ, ഇത് ഖുർആനിന്റെ ചർച്ചയാണ്. 7 ആകാശം എന്ന കൺസെപ്റ്റ് ഇന്ന് ലോകത്തിന് മനസ്സിലായിട്ടില്ല. എന്താണ് ആകാശമെന്ന് നാളെ വരുന്ന ആളുകൾക്കുള്ള ചർച്ച വിഷയമാണ്. ഖുർആൻ ഇട്ട് കൊടുക്കുന്ന വിഷയമാണ്. ഇന്ന് നമുക്ക് തിരിഞ്ഞിട്ടില്ല. ഖുർആൻ നിഷേധിക്കല്ലേ? നമുക്ക് തിരിയാത്തത് എന്താണെന്ന് അല്ലാഹുവിലേക്ക് വിട്ടുകൊടുക്കുക. നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാവുന്നത് അതിലുണ്ട്, അത് നമ്മൾ എടുത്തു. അല്ലാഹുസ് സമദ്, എല്ലാവരും അല്ലാഹുവിലേക്ക് ആവശ്യമുള്ളവരാണ്. അല്ലാഹുവിന് ആരെയും വേണ്ട. ഈ ഖുർആൻ കൊണ്ടേ നിങ്ങൾക്ക് മോചനമുള്ളൂ. മോചനം വേണോ? നിങ്ങൾ ഖുർആൻ സ്വീകരിച്ചേ പറ്റൂ. അല്ലാഹുവിന് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. അല്ലാഹു പറയാം, അല്ലാഹുസ് സമദാണ്. ഇത് നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര അത്ഭുതകരമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. ഒരക്ഷരം ഖുർആനിൽ വെറുതെ വന്നെന്ന് പറയാൻ പറ്റില്ല. ഒരക്ഷരം അതിനൊരു മീനിങ് ഉണ്ടാവും. ഒരു ഉദാഹരണം പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്ബിർ അലാ